കേരള സർക്കാരിൻ്റെ രണ്ടാം നൂറുദിന കർമ്മ പരിപാടിയുടെ ഭാഗമായിട്ടുള്ള സഹകരണ എക്സ്പോ 2022 ആരംഭിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഈ നിമിഷത്തിൽ നമ്മളോടൊപ്പം ഇവിടുത്തെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ സഹകരണ വകുപ്പിൻ്റെ അഡീഷണൽ രജിസ്ട്രാർ എം ബിനോയ് കുമാർ ചേരുകയാണ്. സ്വാഗതം സാർ. നമസ്കാരം. എത്രത്തോളമായി പ്രവർത്തനങ്ങൾ, എങ്ങനെയാണ് ഇതിൻ്റെ കാരണം ഒരു 5-6 വർഷത്തിന് ശേഷമാണെന്ന് തോന്നുന്നു ഒരു സഹകരണ എക്സ്പോ വരുന്നത്. എത്രത്തോളമാണ് പ്രവർത്തനം? സഹകരണ എക്സ്പോ എന്ന് പറഞ്ഞാൽ 8 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ സഹകരണ മേഖലയിൽ ഒരു എക്സ്പോ നടക്കുന്നത്. സഹകരണം എന്ന് പറയുന്നത് കേരളത്തിലെ സാമ്പത്തിക മേഖലയിൽ അവഗണിക്കാൻ മേലാത്ത ഒരു ശക്തിയാണ്. അതായത് ചെറുകിട വായ്പാ മേഖലയിൽ ഇപ്പോൾ വൻകിട വായ്പാ മേഖലയിലും രംഗത്തും സഹകരണ സ്ഥാപനങ്ങൾ നിർണായകമായ പങ്കാണ് കേരളത്തിൽ വഹിക്കുന്നത്. അതോടൊപ്പം തന്നെ കാർഷിക മേഖലയുമായിട്ട് ബന്ധപ്പെട്ടാണ് സഹകരണ മേഖല പ്രവർത്തിക്കുന്നത്. ആ കാർഷിക മേഖലയുടെ വികസനത്തിന് സഹകരണ മേഖലയ്ക്ക് നല്ലൊരു പങ്ക് വഹിക്കാനായിട്ട് സാധിക്കും. ഈ കാലഘട്ടത്തിൽ ഈ 8 വർഷങ്ങളിലുള്ളിൽ സഹകരണ മേഖല കേരളത്തിൽ ഒത്തിരി പ്രവർത്തനങ്ങൾ സാധാരണ ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. അത് ജനങ്ങളിലേക്ക് എത്തിക്കാനും അതോടൊപ്പം തന്നെ കാർഷിക മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ഈ സഹകരണ മേഖലയിൽ നിരവധിയായ ഉൽപ്പന്നങ്ങൾ, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നുണ്ട്. ആ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾ അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പദ്ധതിയും കൂടിയാണ് ഈ എക്സ്പോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൽ എത്രത്തോളം സ്റ്റാളുകളുണ്ട്? എങ്ങനെയാണ് ആൾക്കാർ ഞങ്ങൾക്ക് പങ്കെടുക്കാൻ എത്തിയത്? 210 സ്റ്റാളുകളാണ് നമ്മളിവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. എല്ലാ വിഭാഗം, അതായത് സഹകരണ മേഖലയെന്ന് പറയുമ്പോൾ സഹകരണ സംഘം രജിസ്ട്രാറുടെ കീഴിലാണ് കൂടുതൽ സഹകരണ സംഘങ്ങളുള്ള 16,000-ഓളം സഹകരണ സംഘം രജിസ്ട്രാറുടെ കീഴിലുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് മേഖലകൾ രജിസ്ട്രാർമാർ, അത് ഇൻഡസ്ട്രീസ് ഉണ്ട്, ഖാദിയുണ്ട്, മിൽക്കുണ്ട്, അങ്ങനെ വിവിധ മേഖല, ടൂറിസം രംഗത്തുള്ള സഹകരണ സംഘങ്ങളുണ്ട്, ഫിഷറീസ് സഹകരണ സംഘങ്ങളുണ്ട്. ഈ സഹകരണ സംഘങ്ങളെല്ലാം കൂടെ ഒന്നായിട്ട് കൂട്ടിയോജിപ്പിച്ചാണ് സഹകരണ വകുപ്പ് ഈ പദ്ധതി ഇവിടെ എക്സ്പോ നടപ്പിലാക്കുന്നത്. ബഹുമാനായ സഹകരണ വകുപ്പ് മന്ത്രിയുടെ ഒരു താല്പര്യപ്രകാരവും അദ്ദേഹം മുൻകൈ എടുത്തതിൻ്റെ അടിസ്ഥാനത്തിലുമാണ് ഈ എക്സ്പോ ഇവിടെ ഞങ്ങൾ ഈ 100 ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തി വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഈ എക്സ്പോ ഇവിടെ സംഘടിപ്പിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇപ്പം നമ്മുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ യുവ സഹകരണ സംഘങ്ങൾ രൂപീകരിച്ചിട്ടുള്ള ആദ്യത്തെ എക്സ്പോയാണ്. ആദ്യം ഒരു 30 യുവ സഹകരണ സംഘങ്ങൾ വന്നിട്ടുണ്ട്. അവരുടെ പങ്കാളിത്തം എത്രത്തോളം ഉണ്ടാകും? യുവ സഹകരണ സംഘം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ, ഈ പുതിയ ഗവൺമെൻറ്റിൻ്റെ ഒരു പദ്ധതിയാണ് ഈ സഹകരണ മേഖലയിൽ യുവാക്കളുടെ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കുകയും അതോടൊപ്പം തന്നെ യുവാക്കൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനുള്ള ഒരു പദ്ധതിയായിട്ടാണ് ഈ യുവ സഹകരണ സംഘങ്ങൾ രൂപീകരിച്ചത്. 29 സഹകരണ സംഘങ്ങൾ രൂപീകരിച്ചിട്ടുണ്ട്. ഇവിടെ ഏകദേശം 8 സഹകരണ സംഘങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. അത് തീർത്തും സൗജന്യമായും അതോടൊപ്പം തന്നെ സഹകരണ വകുപ്പും ഗവൺമെൻറ്റും അവർക്ക് എല്ലാ പരിരക്ഷയും നൽകിയാണ് ഈ മേളയിൽ അവരെ പങ്കെടുപ്പിക്കുന്നത്. അവരിൽ നിന്ന് നല്ല ഒരു റിസൾട്ട്, അവർക്ക് ഒരു ഓപ്പർച്യൂണിറ്റി, പല മേഖലയിലും പ്രവർത്തിക്കുന്ന സംഘങ്ങൾക്ക് നല്ല ഒരു ദിശാബോധവും ഒരു കാഴ്ചപ്പാടും ഉണ്ടാക്കാനായിട്ട് സഹകരണ മേഖലയ്ക്ക് കൂടുതൽ യുവാക്കളെ അടുപ്പിക്കുന്നതിന് വേണ്ടി ഈ മേള ഉപകരിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കൊച്ചിയിലാണ് നടക്കുന്നത്. അപ്പോൾ അവർക്ക് എങ്ങനെയാണ് വരുന്ന സമയം, അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ പ്ലാനായിട്ട്? അതെല്ലാം പ്ലാനായിട്ടുണ്ട്. നമ്മൾ 8 ദിവസത്തെ പ്രോഗ്രാമാണ് ഇത് നടത്തുന്നത്. അതിനകത്ത് 2 ദിവസം ഇത് ഓരോ ജില്ലയ്ക്കായിട്ട് നമ്മൾ വീതിച്ചു കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 10ഓളം സെമിനാറുകൾ, അതായത് സഹകരണ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ, നിലവിലുള്ള പ്രതിസന്ധികളില്ല എന്നാലും വീഴ്ചകൾ എന്താണ്, അതോടൊപ്പം തന്നെ ഇനിയും മാറ്റങ്ങൾ എന്താണ് വേണ്ടത്, ഇതെല്ലാം സഹകരണ മേഖലയിൽ ഓരോ മേഖലയിലും കടന്നു ചെല്ലേണ്ട ആവശ്യകത എന്താണെന്ന് ബോധ്യപ്പെടുന്നത്, അതെല്ലാം എല്ലാ വിഷയങ്ങളെ സംബന്ധിച്ചും 10ഓളം പ്രമുഖരായ സഹകാരികളും ഉദ്യോഗസ്ഥ പ്രമുഖരും ഉള്ള ആളുകളെല്ലാം കൂടി ചേർന്നുള്ള ചർച്ചകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം വ്യാപകമായ പ്രചരണം ഇതിന് സോഷ്യൽ മീഡിയ വഴിയും ഒക്കെ, ഒരു യുവ സഹകരണ സംഘം തന്നെയാണ് ഇതിൻ്റെ സോഷ്യൽ മീഡിയ പ്രൊമോഷൻ ഏറ്റെടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ എല്ലാ മേഖലയിലുള്ള ആളുകളിലേക്ക് ഞങ്ങൾക്ക് ഇത് എത്തിക്കാനായിട്ട്, കേരളത്തിലെ എല്ലായിടത്തും എത്തിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്നാണ് വിശ്വസിക്കുന്നത്. നല്ലൊരു പങ്കാളിത്തം, 10 ലക്ഷത്തോളം ആളുകൾ ഈ മേളയിലേക്ക് എത്തുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കാണുന്നതിന് വേണ്ടി ഫുഡ് കോർട്ടിന് എന്തോ ഒരു പ്രാധാന്യമുണ്ടെന്ന് തോന്നുന്നില്ലേ? കുറച്ച് ഫുഡ് കോർട്ട് 8000 സ്ക്വയർ ഫീറ്റ് ഉള്ള സ്ഥലത്താണ് നമ്മൾ ഫുഡ് കോർട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അത് ഈ നമ്മൾ ഈ മേള പ്രൊമോട്ട് ചെയ്യുന്നത് എല്ലാം സഹകരണ സ്ഥാപനങ്ങളെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. അതായത് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ മായമില്ലാതെ ലഭ്യമാക്കുന്നതാണ് മേളയുടെ, അതായത് സഹകരണ സ്ഥാപനങ്ങൾ മായം ചേർത്തൊരു സാധനം വിൽക്കില്ല എന്ന് കേരളത്തിലെ ജനങ്ങൾക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. അന്നേരം ആ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ കുറഞ്ഞ വിലയിൽ
എല്ലാവർക്കും എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ മേളയുടെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം. അതിനെ ഒരു ബ്രാൻഡാക്കി കൊണ്ടുവരിക എന്നുള്ളതാണ്. കേരളത്തിലെ അറിയപ്പെടുന്ന മിൽമ പോലെ തന്നെ ഒരു ബ്രാൻഡാക്കി ഈ ഉൽപ്പന്നങ്ങളെ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഒറ്റ കുടക്കീഴിൽ ഇതിനെ കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അതേപോലെ തന്നെയാണ് ഈ ഫുഡ് കോർട്ട് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഫുഡ് കോർട്ടിൽ ഈ നല്ല രുചിയുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ വിതരണം ചെയ്യണമെന്നാണ്. അതിന് അവിടെ നമ്മുടെ ഒരു യുവ സഹകരണ സംഘത്തിന് ഞങ്ങളൊരു അവസരം കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ കുടുംബശ്രീയുടെ ഇതുണ്ട്, മത്സ്യഫെഡിൻ്റെ സ്റ്റാളുണ്ട്, മിൽമയുടെ സ്റ്റാളുണ്ട്. ഇങ്ങനെയുള്ള ഇന്ത്യൻ കോഫി ഹൗസ്, അതെല്ലാം സഹകരണ മേഖലയിലുള്ള സ്ഥാപനങ്ങൾ തന്നെയാണ്. അവരെ നമ്മൾ പരമാവധി ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ജനങ്ങളുടെ പ്രസ്ഥാനമാണിത്. അതുകൊണ്ട് അത് ജനങ്ങളിലേക്ക് തന്നെ എത്താനും ആ വിശ്വാസം ആർജിച്ചെടുക്കാനുമാണ് നമ്മൾ ശ്രമിക്കുന്നത്. കേരളത്തിൽ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ശക്തി എത്രത്തോളം ഉണ്ടെന്നുള്ളതാണ് അഡീഷണൽ രജിസ്ട്രാർ എം ബിനോയ് കുമാർ നമ്മളോട് പങ്കുവച്ചത്. അതിനെ സാധൂകരിക്കുന്നതാണ് നമുക്ക് ചുറ്റുമുള്ള ഈ കാഴ്ചകൾ.